ഹലോ ഗായ്സ്, കിങ് ഓഫ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മെറ്റൽ എന്നൊരു ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റത്തെ പാർട്ട് നേരത്തെ കളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സെക്കൻഡ് പാർട്ടാണ് കളിക്കാൻ പോകുന്നത്. എമിലി എന്ന ലെവലാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. കളിക്കാം. ഇത് വേറെ ലൊക്കേഷൻ ആവട്ടെ ഗായ്സ്, വേറെ ലൊക്കേഷൻ ആവും. ഇതേത് സ്ഥലം? നാഗ നമ്മളെ മറ്റേ സ്ഥലമല്ലേ ഗായ്സ്, ഇത് കുറച്ച് വലുതാണ്. അങ്ങോട്ടൊക്കെ പോകേണ്ടി വരുമോ നമുക്കറിയില്ല. നമ്മൾ തുറന്നേക്കാൻ പറ്റുമോ? എന്താണ് ഹാൻഡ്? ഈ ഹാൻഡ് എത്തി ഡോർ വെക്കണം ഗായ്സ്. വെള്ളം നിൽക്കണം, ഒന്നും പറ്റുന്നില്ലല്ലോ. എന്താ കാട്ടെ ഹാൻഡിന്? ഇവിടെ ഉള്ള ഗേറ്റ് ഉണ്ടാവും, അവിടെ കയറുന്നില്ല. ഇതിൻ്റെ ഉള്ളിട്ടുണ്ടോ? എന്താ കിട്ടില്ല ഗായ്സ്? ലോക്ക് പിക്ക്. ഈ ലോക്ക് പിക്കിട്ട് തുറക്കാനാ അല്ലേ? ഞാൻ പെട്ടാളെ നടന്നു എന്ത് കൊടുക്കാം? പെട്ടാളെ എടുക്കണം. ഓ ഗായ്സ്, ലോക്ക് പിക്കിട്ട് ജസ്റ്റ് തുറക്കാനായിട്ട് ഗായ്സ്. തുറന്നു. ഫ്രഞ്ച് തുറക്കുക. ആ ഫ്രഞ്ചത്തെ ഗൈസ് തുറന്നു. ഇത് സ്ഥലം നമുക്കറിയില്ല. ഇവിടെ ഡോറ് തുറക്കാൻ പറ്റുമോ? അതർ സൈഡാ ഇതോ? ഇവിടെ ഹാൻഡിൽ ചെയ്ത് ഗൈസ്, ഹാൻഡിൽ ഇവിടെ ബൈക്കാൻ നോക്കാം. ഗിഫ്റ്റ് ബോക്സ് ഓനാ. ലാപ്ടോപ്പ് കണ്ടല്ലോ. എന്താ കണ്ടി ട്രാപ്പിൽ ചവിട്ടാൻ പാടിയല്ലേ ആ ഫിഷ്. തുറക്കേണ്ടി വരും. ബക്കറ്റാണ് എടുക്കാൻ പറ്റുന്നത്. ബക്കറ്റ് എടുക്കാം. എന്നിട്ട് ബക്കറ്റ് നമുക്ക് ബക്കറ്റ് ആളെ തലക്ക് കൊട്ടെടുക്കാനാ അറിയില്ല. നമുക്ക് നോക്കാം. നമുക്ക് എന്താ കാട്ടിനെ അറിയില്ല. ഇനി ഫ്രിഡ്ജ് ഇറക്കാൻ പറ്റുമോ? ഫിഷ് എന്താ കാട്ട ഒന്നും മനസ്സിലാണെങ്കിലല്ലോ. ഞങ്ങൾ ആ ഡോറെന്ന് പറഞ്ഞില്ല, അതൊന്നും ഡോർ വെക്കാം. ഇങ്ങനൊക്കെ എന്ത് ഇരട്ടി അതിന് ഇത് നിൽക്കണം. ഇങ്ങനൊക്കെ ഉണ്ടാ? ലോക്ക് ചെയ്ത് തുറക്കാൻ പറ്റുമോ? പിന്നെ കൂടാ ഈ വെള്ളം ബക്കറ്റ് ഇത് നിറക്കണം. അറിഞ്ഞാ ബക്കറ്റ് വിത്ത് വാട്ടർ. ബക്കറ്റ് വാട്ടർ അറിഞ്ഞിട്ടാ. ഇതൊക്കെ എന്താ എഞ്ചിന്? നല്ല ഒന്ന് പെട്ടിട്ടുണ്ട് നമുക്ക് ഗൈസ്. ഞാൻ സെല്ല് കഴിക്കണം. ഈ ബക്കറ്റാണ് തല വയ്ക്കണ ഗൈസ്. ബക്കറ്റ് എന്താ കാട്ടുണ്ടായിരുന്നില്ല. ഇനി ബക്കറ്റ് ഇതിൽ വയ്ക്കാനാവോ എന്താ അറിയില്ല ഗൈസ്. നമുക്ക് ആള് വന്നിട്ട് എന്താ ഗൈസ് ഡോർമ? അയ്യോ ഡോർ തുറക്കല്ലേ. ഒരു കോഡ് ഉണ്ടാ? പെട്ടല്ലോ ഗായ്സ്. നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. എന്താ നമ്മൾ ചെയ്തത്? തുറക്കാൻ പാടില്ലായിരുന്നു ഗായ്സ്, തുറക്കാൻ പാടില്ലായിരുന്നു. നമ്മളിനി ഒന്നും കൂടി കളിക്കേണ്ടി വരും. നമുക്ക് വേഗം കളിക്കാം. ഗായ്സ്, നമ്മൾ അവിടെ പിന്നും എത്തിയിട്ടുണ്ട്. ഒന്നുകൂടി കളിച്ചു. അതേ ഭാഗത്ത് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ആ കോഡ്, ഞാൻ ഡോറിൻ്റെ അവിടെയുള്ള ആ കോഡ് നമുക്ക് നോക്കണം. ഞാൻ അത് നോക്കിയാൽ കോഡ് 264 264. ഈ കോഡ് മറ്റേ അവിടെയുള്ള ആ ലോക്കറിയേ, ആ ബാത്റൂമിലുള്ള തുറക്കല്ല. ആദ്യത്തെ മാതിരി തുറക്കാണ് ഞാൻ ഗായ്സ്. എന്തോ ഒരു പരിപാടിയാണ്. ഇതിലെന്തെങ്കിലും ഉണ്ടാവും. അതാള് വന്ന് ഇയാൾക്കെന്താ പണി? നമ്മളങ്ങോട്ടത് പോണേ. അവിടെ ചെയ്തിട്ടില്ല അവിടെ പോയിട്ട് തന്നെ കേട്ടാ. നമ്മളിപ്പോൾ ആള് പോയ ആ സ്ഥലം കണ്ട അവിടെ നമ്മൾ പോയിട്ട് തന്നെ ചെയ്യാം. നമ്മളിപ്പോൾ ആ ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറി ആ സാധനം ഓണാക്കിയിട്ടുള്ളൂ. ഇപ്പോൾ 264 നല്ല വേഗം പോ.
വേഗം പോടേ 264 നമുക്ക് ഞാൻ അടിച്ച് നോക്കാം. 264 ഗൈസ്. 264 ഓപ്പൺ. ഓ ഗൈസ്, ഇതൊക്കെ ക്രൗബാറാ. തല്ലിപ്പൊളിക്കാൻ പറ്റുമോ? അയ്യോ, ഓക്കെ. എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. ക്രൗബാറൊക്കെയല്ല, പിന്നെ ക്രൗബാർ കൊടുക്കില്ല. ഫ്രിഡ്ജല്ലേ പൊളിക്കാൻ പറ്റുമോ? ഫ്രിഡ്ജ് ഞാൻ ഫ്രിഡ്ജെല്ലാം കളിപ്പിക്കാൻ തന്നെ ആക്കിയത് ഐസ്. അപ്പോൾ ഐസ് പീസ് കിട്ടി. ഈ ഐസ് ഉണ്ടോ? ഈ ഐസ് എന്നാ കിട്ടി. ഇത് അലിയിക്കണം. തുറക്കാൻ പറ്റുമോ? അവിടെ എന്തുകൊണ്ട് അവിടെ ഫിഷ് ഉണ്ട് കേട്ടോ. അവിടെ ഇത് തുറക്കാൻ പറ്റുമോ? ഇതും തുറക്കാൻ പറ്റൂലേ? ഇനി ഐസ് ഓവനിട്ട് കത്തിക്കാൻ പറ്റുമോ? അതുകൊണ്ട് കത്തിയാൻ പറ്റുന്ന തോന്നുന്നു. നമുക്ക് അറിയില്ലട്ടാ. കാട്ടണ്ടി ഓന് സൗണ്ട് ഉണ്ടാക്കുമെന്നാ പേടി. പറഞ്ഞ മാതിരി തന്നെ നടന്നു ഗായ്സ്. ഇനിക്ക് ഇതിൻ്റെ ആണെന്ന് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനാണ് അതിന് നോക്കാൻ. ടെസ്റ്റിങ് ഞങ്ങൾ പിടിക്കുള്ള അത് ആലോചിക്കുമ്പോൾ ഒരു പേടി. മോനെ ഇതൊരു തേങ്ങയും അറിയില്ല. അതിപ്പോൾ എന്താ കടത് വലിയ എന്തോ പസിലോ അങ്ങനെന്തോ സാധനമാണ്. വലുതാണ്. ഒന്ന് നമുക്ക് രക്ഷപ്പെടാതെ അതുണ്ടോ? അതാണ് തോന്നുന്നത്. ഒരു ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ഉണ്ടല്ലോ. ഒരു പ്രശ്നമില്ല ഗായ്സ്. പ്രശ്നമൊന്നുമില്ല. ഇയാളെവിടെ? ചങ്ങായിതോടെ ഇയാളെന്താ അങ്ങോട്ട്? നമുക്ക് എസ്കേപ്പ് ചെയ്യണ സ്ഥലത്ത് ആളുകൊണ്ട് പോകുന്നെന്തിയാ? നമ്മൾ എസ്കേപ്പ് ചെയ്യേണ്ട സ്ഥലത്ത് ആളെന്തിരി പോയിന്? അപ്പോൾ ഇനി ഏതോ ആയിക്കൂടെ എസ്കേപ്പ് ചെയ്യണ്ടേ? ആള് പോയില്ല. ഇനി ഉറക്കാൻ പറ്റൂല? അവർ തുറക്കാൻ പറ്റുമോ? ഈ റൂമിൽ കയറക്കട്ടെ. ആളെ റൂം ആളെ സേഫ് റൂമാണ്. എന്താ തോന്നിയൊന്നും അറിയില്ല. ആടെ ഗിഫ്റ്റ് ബോക്സ് നോക്കണം. ആടെ മറ്റേതൊക്കെ ഉണ്ടാവും. ട്രാപ്പൊക്കെ കളിച്ചിട്ടുണ്ട് ചങ്ങായി. ഇതെന്താ ലോക്കറ്? നമുക്ക് ഒരു കോഴടിക്കണം. എന്താ ഓയിൽ ബാരല്ല? ഇതാണോ അതാവും ഓയിൽ ബാരൽ. നമുക്കപ്പോൾ അത് ഓഫാക്കാം ഗൈസ്. നമുക്ക് സെക്കൻഡ് പാർട്ട്, ഇനി തേർഡ് പാർട്ട്, ഫിഫ്ത്ത് പാർട്ടൊക്കെ നമുക്ക് ഇടണം. ഏത് റൂമിൽ പോവാം? നമുക്ക് ആ റൂമിലേക്ക് ഒന്ന് പോയേക്കാം. ആള് പോയിന്ന റൂമിൽ നമുക്കൊന്ന് പോയേക്കാം. തക്കു എന്തോ കിട്ടി. നമുക്ക് തുറക്കാൻ പറ്റും. അവിടെ എന്തോ ഒബ്ജക്റ്റ്. അത് മറ്റേതല്ലേ ഗൈസ്? നമ്മൾ ഫസ്റ്റ് ലെവലിൽ മറ്റേ ലിവറ നമ്മൾ എസ്കേപ്പ് ചെയ്ത ആ സാധനം ബക്കറ്റ് കിട്ടി. എന്താണ് തുറക്കാൻ പറ്റുമോ? എന്താ കാരണം എടുക്കാൻ പറ്റുന്നില്ലേ? റെസ്റ്റി വാൾവാ അതോ? ഇതിക്ക് ഓയിൽ ഓഫ് റീച്ചാ? ഇതിക്ക് വെള്ളം വെച്ചിട്ട് ആ സാധനം വെളുത്തണം. അങ്ങനെ നോക്കി നോക്കിയാലോ? എങ്കിലും കാട്ടേണ്ടി വരും. അങ്ങനെയല്ലാതെ പറ്റൂല. എന്തെങ്കിലുമൊക്കെ കാട്ടേണ്ടി വരും. തുറക്കടേ റെഡിയായിട്ടാ. നമ്മൾ ഇത് ജയിക്കോ സാധ്യത ഉണ്ട്. നമുക്ക് ജയിക്കാം. അത് ജയിച്ചിട്ടേ വിടുള്ളൂ ഗായ്സ്. വെള്ളം അതന്നെ ഗായ്സ്. ഇതൊക്കെ അറിയോ? തുറക്കാൻ പറ്റുമോ? റെസ്റ്റി വാൾവെന്ന് കാണിക്കുന്നുണ്ട്. ഇനി ഇത് സാധനം എംറ്റി ഓയിലർ ക്യാന്. ഇനി ഇതെന്താണോ? ഇത് ഓയിൽ ബാരല്ല. അപ്പോൾ ഇത് കൊണ്ട് നടക്കാൻ പറ്റൂലേ ഗായ്സ്? പറഞ്ഞ മാതിരി തന്നെ നടന്നു. ഇനി ഇതെന്താ മറ്റേ ഓയിലല്ലേ? ഇനി ഓയിലിട്ട് കഴിക്കാൻ പറ്റുമോ ഗായ്സ്? ഇത് തന്നെ. ഇതെന്തിനാ അയച്ചത്? നമ്മള് എന്തിനാ അയച്ചത്? അവിടുത്തെ ആദ്യമൊക്കെ അടിച്ചുകൊണ്ട് ആ ഗ്യാസ് പോയി. അത് പോയി. പക്ഷെ ഇതിനെ തുറക്കുന്ന ഈ ഡോർ കയറിട്ട് കെട്ടിച്ചിട്ടുണ്ട് ചങ്ങായി.
എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണ്ടല്ലോ. അതെന്താ ബൈൻസിബിൾ ട്രൂ ഔട്ട് ട്രാഷ് എന്തൊക്കെയൊക്കെ പറയണ്ടല്ലോ. സേഫ് ഒന്നും മനസ്സിലായില്ല ഗൈസ്. അയ്യോ ഇതെന്താ സിസർ കിട്ടി. ഞാൻ അറിയുന്നു വെറുതെ ഇത് വെക്കുന്നത് കലണ്ടർ എടുക്കാൻ പറ്റുമോ നോക്കിയത്. അപ്പം നീക്കി ഗൈസ്. ഇതെത്ര 2012. ഓ ഗൈസ് മുറിച്ച് നോക്കിയാൽ ഇതെന്താണോ കീ. ഓ കീ ഇങ്ങനൊക്കെ എടുക്കാൻ പറ്റും കീ. വിഷ് ഈ ലിവർ തുറക്കാൻ പറ്റുമോ. ഇതെന്താ ഇത് നമ്മൾ മറ്റേതല്ലേ മറ്റേ ഇതെന്നാ റൂം. ഇത് മറ്റേ റൂമല്ലേ. അയ്യോ മണിമാറി മൂടി വെക്കടേ. ഇതൊന്ന് മൂടി വെക്കാതെ ചങ്ങായി. വേൻ പൊട്ടി. ഇത് രണ്ടും തുറന്നെടുക്കുകയെന്ന് തോന്നുന്നുണ്ട്. രണ്ടും തുറന്നെടുക്കുക ഓർമ്മയിലെ പറയുകയാണെങ്കിൽ ആ രണ്ടും തുറന്നെടുക്കേന്. ഈ നമ്മൾ എന്ത് കാട്ടും. ആള് പോട്ടെ. ഫ്യൂസും കിട്ടിയൊരു കീയും കിട്ടി നമുക്ക്. ഫ്യൂസ് എന്തിനാ കീ എന്തിനാ അതാണ് ഇപ്പം നമ്മളെ ചോദ്യം. എന്തോ ചോദ്യം നമുക്കറിയാത്ത ചോദ്യം. എന്നൊക്കെ പറഞ്ഞ ആള് പോയി. ഇനി നടക്കാൻ പോകുന്ന യുദ്ധമാണ് ഗൈസ്. ഇനി കുറച്ച് വളാടുണ്ട്. വളാടല്ല ഫസ്റ്റ് തന്നെ നീക്കമാണ് പെടൽ. ഞമ്മള് തുറക്ക് ഇത് എന്ത് കീയാ. ഈ കീ ഇതിന് തുറക്കാനുള്ളതാണ്. ഇത് തുറക്കാനുള്ള ഈ സാധനം എന്താ. ഗായ്സ് വർക്കായി. ഈ ഫ്യൂസ് കൊടുക്കാനുള്ളതാവും. അപ്പോൾ ഞാൻ ഇത് തുറന്നിട്ട് ഈ ഡോറ് ഈ വയറുണ്ടോ ഈ ഡോർ ഇങ്ങനെ പോയിക്കണുണ്ടോ. ഞാൻ ഇത് ഈ ഡോർ തുറക്കാനുള്ള സാധനം വിചാരിച്ചതാണ് തുറന്നപ്പോൾ ഈ ഫ്യൂസ് തുറന്നു. ഞാൻ നോ പവറിന് ചെയ്ത സാധനം വർക്കാവോ. പെട്ട് എന്താ നിങ്ങളാണെങ്കിൽ ഇനി ഇത് അതിക്കുള്ള വോൾട്ട് ആവൂലേ. തുറക്ക് ഇതെന്താ 24 വോൾട്ട് ആണോ. അപ്പം നമ്മൾ എത്ര വോൾട്ട് ആക്കിയിട്ട് ഇത് കുറക്കണം. എന്തൊക്കെ പ്രശ്നം ഉണ്ടായി ഗൈസ്. ഇത് 24 വോൾട്ട് ആക്കണത് എങ്ങനെ ആക്കുന്നത് ഗൈസ്. നമ്മൾ കുറേ സെർച്ച് ചെയ്തപ്പോഴാട്ടോ കിട്ടിയത് ഇതിൻ്റെ അങ്ങനെ അടിക്കണേ അറിയാം. 24 വോൾട്ട് ഇത് ഇങ്ങനെ ആക്കണ്ടേ. നമ്മളെന്തെങ്കിലും ഓപ്പൺ ആക്കി തുറന്ന ഇത് നാളെ ചെയ്തപ്പോൾ സൗണ്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യാൻ നമുക്ക് ഇനി ഇത് പൊന്തിക്കാൻ പറ്റുന്നുണ്ട്. പെട്ട് ഞാൻ തുറക്കുക. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ സാധനം ഉണ്ടാവും എടുക്കേണ്ടി വരും. അതിപ്പോൾ അത് എടുത്തതിന് ഇതിന് ഞാൻ കാട്ടി ഇനി എന്ത് ചെയ്യേണ്ടത്. പെട്ട് ഡോറ് പൊടിയ. അങ്ങനെ ഈ മാപ്പിൽ നമ്മൾ വന്ന് ആദ്യമായിട്ട് പെടുന്നു. ഈ മാപ്പിൽ നമ്മൾ ആദ്യമായിട്ട് പെടുന്നു. ഈ കട്ടിംഗ് പ്ലെയറിന് എന്തിനാ കട്ടിംഗ് പ്ലെയറിന് തപ്പണല്ലോ. പിന്നെ അപ്പം എന്താ ഡോറ് നമുക്കറിയാം. ഇതിലെങ്ങനെ ആളെ കൊല്ലും നമ്മളെ. ഇവിടെ എന്നിട്ട് കൊല്ലും. എന്താ പറ്റി. എന്തോ ഒരു വിഷബാധ കിട്ടുന്നുണ്ട് ആള്. ഇടക്ക് പരസ്യം വന്നിട്ട് മനുഷ്യനെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നിട്ടുണ്ട്. നമ്മളെപ്പോൾ വീടുണ്ട് അപ്പം പരസ്യം കുറച്ച് ഭ്രാന്താ. നമ്മൾ പെട്ടു തുറക്ക്. ഈ ലോക്കിക്കാണ് തുറക്കുന്നത്. നമുക്ക് ലോക്കിക്ക് ഉണ്ടല്ലേ. ലോക്കിക്ക് പെട്ടെന്ന് പോയാൽ തോന്നുന്നു. തുറക്കാൻ പറ്റില്ല. തുറന്ന് ഇനി കട്ടിംഗ് പ്ലെയർ എവിടെ യൂസ് ചെയ്യും. മുറിക്കാനാണ്. ഇതിൻ്റെ വയർ മുറിക്കാനാണോ കട്ടിംഗ് പ്ലെയർ യൂസ് ചെയ്യേണ്ടത്. ഇത് മുറിക്കാനാണ് കട്ടിംഗ് പ്ലെയർ യൂസ് ചെയ്യേണ്ടത്. എന്താ മാല ബൾബ് ഇതെന്തിനുണ്ട്. അത് എന്തൊരു കോഡുള്ള മാതിരി ഇല്ല. ടാസ് മോളിൽ എന്തെങ്കിലും TASC അങ്ങനത്തെ എഴുതിയിട്ടുണ്ടാകും. നമുക്കിത് കുറേ തപ്പാം.
അപ്പോൾ ഗായ്സ് നമ്മളിത് കുറേ തപ്പിയിട്ട് കട്ടിംബ്ലർ എവിടെ യൂസ് ചെയ്യണം ഈ തപ്പുള്ള സ്ഥലം ബാക്കിയായി. പിന്നെ ഞാൻ ഒന്നും കൂടി നെറ്റ് സെർച്ച് ചെയ്തപ്പോഴാണ് ഇവിടെ ഒരു സാധനം കണ്ട ഇതിൻ്റെ ഈ സാധനം ഇതിൻ്റെ ഈ 2 ആണി ഇറക്കാനൊന്ന് എടുക്കാനാണ് ഈ കട്ടിംബ്ലർ യൂസ് ചെയ്യുക. ഞാൻ വിചാരിച്ചു ഈ കട്ടിംബ്ലർ ഇത് ഇതാ സൊല്യൂഷൻ ML എന്തോ സാധനം കിട്ടിയല്ലോ നമുക്ക്. സൊല്യൂഷൻ ഞാൻ എവിടെ പോയിക്കാനുള്ളതാ നമുക്കറിയില്ലല്ലോ ഗായ്സ്. സൊല്യൂഷൻ ഞാൻ എവിടെ പോയിക്കാണ് നമുക്കൊന്ന് നോക്കേണ്ടി വരും. ഇത് കാട്ടാനേ. സോ ഗായ്സ് നമ്മൾ പിന്നും നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി, സൊല്യൂഷൻ ഒക്കെ സെർച്ച് ചെയ്ത് നോക്കി. നമ്മൾ ആദ്യം കളിക്കണേ. അപ്പോൾ ഈ സാധനം തുറന്നിട്ട് ഇവിടെ ഒരു ബ്ലാങ്ക് പേപ്പർ കൂട്ടി ചങ്ങായി ഒന്നും ചെയ്യണം. കോഡ് കിട്ടി 9164 അത് നല്ല സൂക്ഷിക്കണം. ഒന്നുകൂടി നോക്കട്ടെ 949164. എന്നിട്ട് എന്താ കാട്ടിൻ്റെ അറിയുമോ ഇതോണത് എന്നിട്ട് ഇത് ഒക്കെ പൂട്ടുക പെട്ടോ പെട്ട് അടിപൊളിയാണ്. നമ്മൾ ചെയ്തൊക്കെ വേസ്റ്റായി ഗൈസ്. നമ്മൾ ഒന്നും കൂടി കളിക്കട്ടോ. അങ്ങനെ ഗൈസ് നമുക്ക് സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ കിട്ടി. നമുക്ക് ഇതൊക്കെ പൂട്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോയത് എന്താണെന്ന് കാണണ്ടേ ഗൈസ്. നമ്മളെന്താ കാട്ടുന്നത് നമ്മൾ ആദ്യം ചെയ്തില്ലേ. നമ്മൾ ആദ്യമായിട്ട് ചെയ്തത് ഈ സാധനം ഏറ്റവും ഡാർക്ക് ലൈറ്റാണ്. ഈ ലൈറ്റ് ഓണക്കടാ ലൈറ്റ് ഓണമെന്നാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ റൂമിൽ അവനെ ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്തിട്ട് നമ്മൾ ഈ സൊല്യൂഷൻ നോക്കിയില്ല ഗൈസ്. അത് വളരെ 7580 7580 നോക്കണം. 7580 ഒക്കെ കറക്റ്റില്ല. ഒക്കെ കൂടിയിട്ട് ചെയ്യുക. ഒക്കെ റെഡി ചെയ്യുന്നത് 7580. അവനെ റൂമിലേക്ക് പോകുമ്പോൾ നമ്മൾ അവനെ ലോക്ക് ചെയ്യണം റൂമിലിട്ടിട്ട്. തേങ്ങ Get out of here before he breaks in. കടു നേരത്തെ എന്താ ഫാസ്റ്റ് ആവണം. തേങ്ങ തുറന്നിട്ട് ഗായ്സ് എസ്കേപ്പ് ആയിരിക്കുന്നു ഗായ്സ്. അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്ന് ഈ വീഡിയോ അതിൻ്റെ പേരാണ് 8 മിനിറ്റാണ് കളി ചെയ്തത്. നമ്മൾ 18 മിനിറ്റ് വീഡിയോ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഈ കളി കളിച്ച് 8 മിനിറ്റ് കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ ബൈ.